അസ്സലാമു അലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്, കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഗീ റൈസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചില സമയങ്ങളിൽ പുറത്ത് പോണ സമയങ്ങളൊക്കെ നമുക്ക് ചോറ് വെച്ച് പോകേണ്ടി വരും. അപ്പോൾ അത് കുക്കറിൽ കൂക്കാനോ ഒന്നിനും സമയമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഗീ റൈസിൻ്റെ റെസിപ്പി കൂടിയാണിത്. ഇതിൽ ഞാൻ എടുക്കണ അരിൻ്റെ അളവിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാൻ 1.5 ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ ഇത് ഞാൻ ഒരു അര ബൗൾ കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു അര ബൗൾ കൂടി എടുത്ത് കാണിച്ചു തരാം. ഇതിന് അളവായിട്ടാണ് ഞാൻ വെള്ളമൊക്കെ എടുക്കണത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി, നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കണ അതേ അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും ഒരിക്കലും പറയാൻ കഴിയൂല അത് ആ അരിയാണെന്നുള്ളത്. ഇപ്പം ഞാൻ 1.5 ബൗൾ അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. 3 ബൗൾ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത്. നമ്മൾ എത്ര അരിയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിനെല്ലാം വലിയ കലം കരുതണം. ഇതിപ്പോൾ ഞാൻ എടുത്ത് കറക്റ്റ് അളവിനുള്ള കലമാണ്. ഇതിലും കൂടുതൽ അരി എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ആയിട്ടുള്ള വലിപ്പത്തിലുള്ള കല എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അവന് എത്രയാണ് വേണ്ടത് വെച്ചാൽ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓണാക്കിയാണ്ട് ഇതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ച സമയത്ത് തന്നെ അണ്ടിയും മുന്തിരിയും വറുത്ത് കോരിയെടുക്കുക. ഈ കാലത്ത് തന്നെ അണ്ടിയും മുന്തിരിയും വറുത്ത് കോരിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്റ്റീലിൻ്റെ കലാവുമ്പോൾ ഒന്ന് പെട്ടെന്ന് ചൂടായി കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ ബൗളെടുത്തത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഡാൽഡിയിൽ വേണ്ടിയവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ്. ഇതിലേക്ക് ഓൾ സ്പൈസി ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അത് മാത്രമേ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. വെള്ളത്തേക്ക് ചേർത്തതാണ്. ഞാൻ വലിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇതിപ്പോൾ ഒന്ന് പൊരിച്ചെടുത്ത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിക്കും മുന്തിരിക്കും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, അത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അണ്ടിയും മുന്തിരിയും നന്നായി വറവായിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റിയിട്ട് ക്യാരറ്റ് ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് വെള്ളത്തേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ റൈസിൻ്റെ കളറ് വെള്ളയായി മാറൂല, മഞ്ഞയായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഈ വെള്ളം തിളക്കണ സമയം മാത്രമേ നമുക്ക് ഇതുള്ളൂ. ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ്. അത് വേറെ ജോലികൾക്കൊക്കെ പോകണമെങ്കിലും അതേപോലെ എവിടെയെങ്കിലും പോയി വരാണ്ടെങ്കിലൊക്കെ ഇത് റൈസ് കുക്കറിൽ വെച്ച് പോയാൽ മതി. ഇപ്പം ഞാൻ ഈ വെളിച്ചെണ്ണയാണല്ലോ, അത് ഞാൻ ഈ വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇത് കഴുകി വെള്ളത്തിലിട്ടു. ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ അരി മുറിഞ്ഞു പോവേ കൊഴിക്കുകയോ ഒന്നും ചെയ്യൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഉള്ളിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കുക്കറിലാവുമ്പോഴും നമുക്ക് വിസിൽ വരുന്നേ വരെ കാത്തു നിൽക്കണം. അത് കഴിഞ്ഞാലും ഓഫ് ചെയ്യാനും കാത്തു നിൽക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തിളച്ച് ഇതിലേക്ക് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് അടപ്പ് തുറന്നുകാണ്ട് ഇളക്കിയെടുക്കാം. കുക്കറിൽ വെക്കണിലേറെ കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇതിലാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി. പിന്നെ സമയത്തിന് നമുക്ക് വേറെ ജോലികളൊക്കെ എടുക്കാൻ പോവാം. ഇതിലേക്ക് ഇറക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ഇതിലേക്ക് നെയ്ച്ചോറിൻ്റെ ഓല ഒന്ന് ഇടുകയാണ്. ഇതാവുമ്പോൾ നല്ലൊരു ജീരകശാല അരിൻ്റെ ഒരു വാസനയും ചുവയൊക്കെ കിട്ടും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ്. ഒന്ന് തിളച്ച് 1 മിനിറ്റ് ആണ് വരെ അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാൻ തിളച്ചേക്ക് തന്നെ റൈസ് കുക്കർക്ക് വെച്ചപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് തുറക്കണത്. 1 മണിക്കൂറാണ് സമയത്ത് തന്നെ ഇത് വേവും. പിന്നെ ഞാനിത് എനിക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്താണ് ഇത് എടുത്തത്. കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്.
ഈ സമയം കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ റൈസ് ആണല്ലോ, ഗീ കുറച്ച് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതലും ടേസ്റ്റ്. ഇതിനും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തത്. ഇത് എത്ര ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. കല്യാണ വീട്ടിലത്തെ അതേ റൈസ് തന്നെയാണ് ഇത് നമുക്ക് കിട്ടണ ചെമ്പിലൊക്കെ വെക്കണ അതേ ടേസ്റ്റിൽ. ഇപ്പം ഞാൻ റൈസ് കുക്കറിൽ നിന്ന് മാറ്റി ഞാനൊരു ചെമ്പിലേക്ക് മാറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് കണക്കാണ്. അപ്പം ശരിക്കും അടിയൊക്കെ ഒന്ന് ഇളകി കിട്ടാനും അണ്ടി മുന്തിരി ഞാൻ ആ സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഈ സമയത്താണ് ചേർക്കണത്. ഈ കലത്തോടുക്കണ തന്നെ ഞാൻ തട്ടുകയാണ്. ഇത് അടി പിടിക്കുക ഒന്നും ചെയ്യലില്ല. അപ്പം കണ്ടോ, ഇങ്ങനെ ആയിട്ട് നമുക്ക് റൈസ് കിട്ടും. ഈ സമയത്താണ് ഞാൻ കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ പൊരിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്നതിൻ്റെ അടിയിൽ കൂടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തും കുടുംബത്തേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇപ്പം ക്യാരറ്റും ഒക്കെ ഞാൻ ഈ സമയത്ത് തന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ റൈസ് വെള്ളയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് വെള്ളത്തേക്ക് ഇടുകയാണെങ്കിൽ കളറ് മാറി, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാഞ്ഞത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളി ഗീ റൈസാണ്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഗീ റൈസ്. ഇങ്ങനെ ആകുമ്പോൾ ചൂട് പോവുകയോ കഴിക്കണ സമയത്ത് എടുത്താൽ നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ റൈസ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ.